അടുത്ത കോലാക്കൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അടിപൊളി കോലയല്ല. 1 2 3 4. ഈ കാണുന്നത് നമ്മുടെ പാടശേഖരമാണ് കേട്ടോ. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കണ്ടത്തിലങ്ങ് വെള്ളമൊക്കെ കയറ്റി. അപ്പോൾ ഈ തൊടിയിൽ നിന്ന് നേരെ വെള്ളം ഇറങ്ങി വരുന്ന ഭാഗമാണിത് കണ്ടത്തിലേക്ക്. അപ്പം അവിടെ അത്യാവശ്യം കോല നല്ലപോലെ കയറി വരുന്നുണ്ട്. കോല നല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ മീനും കയറി വരും കേട്ടോ. നമ്മൾ മെയിനായിട്ടും കോലേനെ ടാർഗറ്റ് ചെയ്താണ് വീശുന്നത്. എന്തായാലും ഇവിടെ നിന്നാണ് നമുക്ക് മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും വീശുന്നു. കോല കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ അടുത്ത കോലാക്കൾ ഇറങ്ങി വന്നിട്ടുണ്ട്. കറക്റ്റ് സ്പോട്ടിൽ ഒരു വലയങ്ങ് വീശിയിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആറ്റിൽ നിന്ന് കണ്ടത്തിലേക്കാണ് ഒഴുക്ക്. അപ്പം ആറ്റിൽ നിന്ന് നേരെ തോടുവഴി കയറിയാണ് കണ്ടത്തിലോട്ട് വെള്ളം വരുന്നത്. കണ്ടത്തിലോട്ട് വന്ന് ഒഴുക്കിറങ്ങുന്ന സ്ഥലമാണ്. ഊരി പോകണ്ട എന്നെ ബഹളമാണ് എനിക്ക്. നല്ല അടിപൊളി കോല കേട്ടോ. കണ്ടോ ഇത്തവണ കോല മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ എന്തുമാത്രം ക്ലിയർ ആണെന്ന് അറിയത്തില്ലേ. കണ്ടോ നല്ല അടിപൊളി കോല തന്നെയാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഇന്ന് കോല ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത്. അത്യാവശ്യം പുല്ലൊക്കെ പിടിച്ച് കാട് പിടിച്ച് വരുന്ന സ്ഥലമാണ്. അച്ഛനിറങ്ങി വീശാനുള്ള ഭാഗത്തിന് നമ്മൾ തെളിച്ചെടുത്താൽ കേട്ടോ. എന്തായാലും തെളിച്ച് വെറുതെ ആയില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പം തന്നെ കോല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് കോല കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു തന്നതിൻ്റെ ബാക്കി ഈ വെള്ളം നേരെ ഇറങ്ങി വരുന്നിടത്തോട്ട് ഒഴുക്കിനെതിരെ പൊടിമീൻ കയറി വരും കേട്ടോ. പൊടിമീനെ മെയിനായിട്ട് ആഹാരമാക്കുന്നവരാണ് കോല. അപ്പോൾ പൊടിമീനെ കൊത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് മീൻ കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അച്ഛനെന്തായാലും കോല ഇവിടെ വല കുടഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. പുല്ല് കാരണം തെളിയ അയച്ചടി വന്നാലേ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ വല കുടയുന്നിടത്ത് അത്യാവശ്യം പുല്ലാണ്. കുടയുന്നത് പറമ്പി പുല്ലിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. വയറ്റടി മാത്രമേ കാണുള്ളൂ. കോലയുടെ വയറിൻ്റെ അടിഭാഗം മാത്രമേ വെള്ള കളറിൽ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുടയുന്നത് അപ്പം തന്നെ പിറക്കി മാറ്റിയിടുന്നത്. കണ്ടോ നല്ല അടിപൊളി കോലയാണ് കേട്ടോ. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. വല കുടഞ്ഞ് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളിവിടെ വല കുടയുന്ന സമയം കൊണ്ട് അടുത്ത സെറ്റ് കോല കയറി വരും. കുറേയൊക്കെ പോവുകയും ചെയ്യും കോലക്കണ്ണി കൂടെ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പഴവലയാണ്. അപ്പോൾ കണ്ണിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഹോൾ വഴിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോല ചാടി പോവുകയും ചെയ്യും കേട്ടോ. അതിന് ബാക്കിയായിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത്. എങ്കിൽ കൂടി നമുക്ക് ഇത്രയും കോല ഒരു വലയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പല്ല് നിറച്ച് ഇവൻ്റെ 2 ചുണ്ടിലും അത്യാവശ്യം നല്ല രീതിക്ക് പല്ലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വലയിൽ കടിച്ച് കിടക്കും. വലിച്ചൂരി എടുക്കാൻ നല്ല പാടാണ് കേട്ടോ. അതെ അടുത്ത പോലെ എണ്ണമാണ്. 1 2 3 4 5 6 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 എണ്ണം. അപ്പോൾ ഈ ഒരു ഫലയ്ക്ക് നമുക്ക് 25 കോല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ കൊണ്ടുവന്ന പാത്രത്തിൻ്റെ 3/4 പാത്രം കോലായിട്ടുണ്ട്. അത്ര വലിയ പാത്രമൊന്നുമല്ല കേട്ടോ, ചെറിയ പാത്രമാണ്. എങ്കിലും നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള കോല ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ട് ആ പുല്ലിൻ്റെ കൂടെ
അതെ, ഒരു കള കോല ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കളയാണ്. നമ്മൾ കണ്ടിട്ടങ്ങ് വല വീശിയിട്ടുണ്ട്. വല്ലെന്തായാലും കോല ഉണ്ട് കേട്ടോ. വല്ലടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി കോലയാണ്. നല്ല അടിപൊളി കോലയായിട്ട് കിടക്കുന്നത്. ഒരു കാര്യം വേണം ഒന്നിച്ച് വരണം. ഒറ്റ വരവിന് കുറച്ചങ്ങ് ഇറങ്ങി വരും കേട്ടോ. നമുക്കിത് വേറെ കുറച്ചും കിട്ടിയിട്ടുണ്ട്. അത് നമ്മളാദ്യം വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. എന്തേ കുറച്ച് ഏറെ ഇറങ്ങി വന്നപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തത്. കണ്ടില്ലേ, നല്ല അടിപൊളി കോലയാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല എങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് കോല ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടത് നല്ല ചെഞ്ചോപ്പ് കളറിലുള്ള അടിപൊളി കാടമ്പരലും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അച്ഛനാണ് കേട്ടോ വല വീശിയിരിക്കുന്നത്. അച്ഛനോടെ വല കുടഞ്ഞ് മീൻ പെറുക്കുന്നുണ്ട്. നല്ല അടിപൊളി കോലയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറ വീശിയപ്പോഴേക്കും ഓഫായിരുന്നു കേട്ടോ. ചെറിയൊരു കള കയറി വന്ന് കണ്ടുകൊണ്ട് വീശിയതാണ്. വല വലിച്ച് സൈഡ് കയറി വരുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇത് ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയതിൽ വെച്ച് അത്യാവശ്യം കൂടുതലുണ്ട്. കണ്ടോ, ഇത്രയും കോലയും കുറച്ച് വരല നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാവപ്പെട്ടവൻ്റെ അലിഗേറ്റർ ഗാറാണ് ഇവിടെ കിടക്കുന്നത്. അല്ലേ, അടിപൊളി കോല. നമുക്ക് വലയൊന്ന് കുടഞ്ഞെടുക്കാം കേട്ടോ. എത്ര കോല ഉണ്ടായിരുന്നു നമുക്കൊന്ന് എണ്ണിയെടുക്കാം. ഒരു വലയ്ക്ക് എത്ര കോല ഉണ്ടെന്നുള്ള കാര്യം എണ്ണിയെടുക്കാം കേട്ടോ. ഇല്ലില്ല, അല്ലേ അച്ഛൻ വല കുടയാണ് കേട്ടോ. കണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ചെളിയുണ്ട്. അതുകൊണ്ടാണ് പതിയെ കുടയുന്നത്. കായൽ പോലെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ കണ്ടം കിടക്കുന്നത്. അത്യാവശ്യം വെള്ളം കയറി നിറഞ്ഞിട്ട് ചുറ്റും മഴക്കാരൊക്കെ കെട്ടി നല്ല അടിപൊളി ഒരു സീനറിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നോയ്സും കാര്യങ്ങളൊക്കെ എന്തായാലും കാണും കേട്ടോ. അതിൻ്റെ വല ഓൾമോസ്റ്റ് കുടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കോല നിലത്ത് കിടന്നങ്ങ് പിടയ്ക്കുന്നുണ്ട്. അതെ, നമുക്കിനി എത്ര കോല ഉണ്ടായിരുന്നു എണ്ണി നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഒരെണ്ണം കഴിഞ്ഞ് താഴെ പോയല്ലേ. 13 കോല ഉണ്ടായിരുന്നു കേട്ടോ ഒരൊറ്റ വലയിൽ. നല്ല അടിപൊളി കോല 13 എണ്ണം. പിന്നെ ആ കൂടെ കാടമ്പരലൊക്കെ ഉണ്ടാവും. അല്ല, ഈ 14 ഉണ്ട്. രണ്ട് വലയിൽ ഒന്നുണ്ട് രണ്ട് വലന്ന് കഴിച്ചാൽ. അതുകൊണ്ട് കറക്റ്റ് 14 കോല ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. ഓ, അതെ, അടുത്ത വല നമ്മൾ വീശിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് കൊലയും നല്ല അടിപൊളി കാടമ്പരലുണ്ട് കേട്ടോ. ഈ കാടമ്പരലിനെ കണ്ടോ, നല്ല കളറാണ്. നല്ല ചുവന്ന് തുടുത്തിരിക്കുന്ന കേട്ടോ. അടിപൊളി കാടമ്പരൽ. ഇവിടെ തന്നെ നമുക്ക് 5-6 കോലായും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത വലയിൽ എവിടെയോ ഉടക്കുണ്ടായിരുന്നു കേട്ടോ. വീശിയിട്ട് അത് വിരിഞ്ഞിട്ടില്ല. എങ്കിലും
കോല ഉണ്ട് കേട്ടോ. ഉണ്ടായിരുന്നു, പക്ഷെ അത് എങ്ങും ഉടക്കുണ്ടായിരുന്നു ചവറ്. എന്നിട്ട് പോലും കോല ഉണ്ട്. ഇങ്ങനെ അടിപൊളി മുഴുത്ത കോല കേട്ടോ. ഇവൻ്റെ ചുണ്ടൊക്കെ കണ്ടോ, നല്ല ചുവന്നിരിക്കുന്നു. ചെകിളയുടെ ഭാഗമൊക്കെ നല്ല മഞ്ഞ കളറിലാണ് കേട്ടോ. കാണാൻ നല്ല അടിപൊളി ഒരു കോലനാണ്. അതേപോലെ തന്നെ വേറെ 2 കോലയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കൂടെ കാടമ്പറിലും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.